കൊച്ചിയിൽ 11 വയസ്സുകാരന്റെ കൈ പിതാവ് തല്ലിയൊഴിച്ചു. ജിയോമെട്രി ബോക്സ് കാണാതെ പോയതിന്റെ പേരിലായിരുന്നു മർദ്ദനം. പിതാവിന്റെ പേരിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ജിയോമെട്രി ബോക്സ് ചിലപ്പോൾ കാണാതെ പോകും, പെൻസിൽ കാണാതെ പോകും, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അത് ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ നമ്മളത് ക്ഷമിക്കാറുണ്ട്. സ്ഥിരമായി ചെയ്യുമ്പോഴാണ് ചെറിയൊക്കെ ശിക്ഷ കൊടുക്കുന്നത്. ഇത് വല്ലാത്തൊരു ശിക്ഷയായിപ്പോയി എന്നാണ് കേട്ടിട്ട് തോന്നുന്നത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ആ പിതാവ് ഏത് സമയത്താണ് നിയന്ത്രണം വിട്ട് അങ്ങനെ ചെയ്തത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ 11 വയസ്സുകാരന്റെ കൈ ഒടിഞ്ഞു. അതോടുകൂടി പോലീസ് കേസാക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ പേരിൽ തന്നെയാണ് പോലീസ് ജുവനൽ ജസ്റ്റിസ് നിയമവും ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീട്ടിൽ വന്ന ശേഷമാണ് ഈ കുട്ടി ജോമെട്രി ബോക്സ് കാണുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. ഇതോടുകൂടി പ്രകോപിതനായ പിതാവ് പുറത്തേക്ക് പോവുകയും അവിടെ കിടന്നൊരു വടിയുടെ കഷ്ണം എടുത്തുകൊണ്ട് വന്ന് തല്ലുകയുമായിരുന്നു. കാലിലും കയ്യിലും തല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. കൈത്തണ്ടയ്ക്കാണ് പിന്നീട് ഒടുവ് സംഭവിച്ചത്. അതിന് പിന്നാലെ ഈ പിതാവ് ഈ കുട്ടിയുടെ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതേ പിതാവ് തന്നെയാണ് പിന്നീട് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചികിത്സയ്ക്കൊക്കെ വേണ്ടി നടപടികൾ എടുക്കുകയും ചെയ്തത്. പക്ഷേ ഈ കുറ്റകൃത്യം കുട്ടി പോലീസിൽ ആശുപത്രിയിൽ അറിയിക്കുകയും അവിടെ നിന്ന് പോലീസിൽ അറിയുകയും പിതാവിനെതിരെ കേസെടുക്കുകയുമായിരുന്നു ഉണ്ടായത്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 11 വയസ്സുള്ളൂ. ഒരു പക്ഷേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യം, കോപം ഇങ്ങനെ കുറയ്ക്കാൻ നോക്കണം എന്നുള്ളത്. ഒരു കുഞ്ഞിനോട് വലിയ സ്നേഹമുള്ള അച്ഛനാകാം, നമുക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴും എന്തായാലും കൈ ഒടിഞ്ഞു. അതോടെ കൈയല്ലേ ഒടിഞ്ഞത്. കൈ ഒടിഞ്ഞു, അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ പോലീസ് കേസെടുത്തു. ഇങ്ങനെ കോപം കൊണ്ട് സ്വന്തം കുട്ടികളെ ആണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. 11 വയസ്സല്ലേ ഉള്ളൂ.